ഹെഡ്സെറ്റ് എപ്പോഴും വെച്ചിരിക്കുന്ന ആൾക്കാർ കുറേ കഴിയുമ്പോൾ ഹെഡ്സെറ്റിന് പകരം അവരോട് ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ഒരു അവസ്ഥ വരും. ജോലിക്ക് വേണ്ടി പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിപ്പോൾ നമുക്ക് അവരുടെ ജോലിയാണ്, അതുകൊണ്ട് നമുക്കത് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്തെങ്കിലും അത് ഊരി വെക്കാൻ ശ്രമിക്കുക. അതേപോലെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ നോക്കുക. ഇത്ര സമയം ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ ഓരോ ഇയർപോഡ് അത് നമ്മൾ ആ ഫോണിൽ തന്നെ കാണിക്കുമല്ലോ, ഈ ഇത്ര DB മുകളിൽ പോകുന്നുണ്ട് അല്ലേ നിങ്ങളുടെ എക്സ്പോഷർ പോകും. അപ്പോൾ അത്ര വോളിയം കൂട്ടാതെ ചെറിയൊരു വോളിയത്തിൽ വെക്കാൻ ശ്രമിക്കുക. ഇനി അത് കൂട്ടിയാൽ തന്നെ ഇത്ര നേരം വെക്കുക എന്നുള്ള ശ്രമിക്കുക. ചില ആൾക്കാർ പലരും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ, ഈ പാട്ട് കേട്ട് ഉറങ്ങുന്ന ആൾക്കാർ. ഈ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ പാട്ട് ഓടുന്നുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ശീലമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി നമ്മൾ പാരൻസ് ആണെങ്കിലും അത് ഒരു അവയർനെസ് വേണം. സൗണ്ട് നമ്മൾ ഭയങ്കര സൗണ്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഓസിക്കിൾസ് എന്ന് പറയും, ചെവിൻ്റെ എല്ലുകൾ, ഒരു റിഫ്ലെക്സ് ഉണ്ട്. നമുക്ക് ആ റിഫ്ലെക്സിൽ ഇങ്ങനെ പിടിച്ചു നിർത്തും, വല്ലാതെ ആഘാതം പോകാതെ. പക്ഷെ ഭയങ്കര സൗണ്ട് ആണെങ്കിൽ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോക്ലിയറിലേക്കാണ് അതിൻ്റെ ആഘാതം പോവുക. അപ്പോൾ അവിടെ കോക്ലിയർ ലോസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുക സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. അതൊരിക്കലും നമുക്ക് സർജറി കൊണ്ടോ മരുന്ന് കൊണ്ടോ പരിഹരിക്കാനും പറ്റില്ല. നിങ്ങളുടെ ചെവി നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്.